അത്യാവശ്യം ഒരു ഫാമിലി ഫൺ എൻ്റർടൈൻമെൻ്റ് ആണ് പടം. ഒരു മമിതയാണ് എനിക്ക് കുറച്ചുകൂടെ ബെറ്ററായി തോന്നിയത്. കാരണം പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു. ആ ഏജ് ഗ്യാപ്പിങ്ങും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരുന്നു. പിന്നെ ഫസ്റ്റ് ഹാഫ് ഫുള്ളി എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള ഒരു പടമാണ്. സെക്കൻഡ് ഹാഫിൽ ചെറിയ ചെറിയ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ പോലും അവർ കണക്ട് ചെയ്തെങ്കിലും റെഡി ആക്കിയിട്ടുണ്ട്. പിന്നെ ലക്കി ഭാസ്കർ പോലെ ഒരു ട്വിസ്റ്റ് ആൻഡ് ടേൺ ഉള്ള പടമൊന്നുമല്ല. സിമ്പിളായിട്ടുള്ള ഫാമിലി പടമാണ്. ഇമോഷണൽ കാര്യങ്ങളൊക്കെ വർക്കാവുണ്ട്. അതുപോലെ തന്നെ മമിത രാധിക ഉള്ള കോമ്പിനേഷൻ അത്യാവശ്യം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അത് ഓവറോൾ കൊള്ളാം, നല്ലൊരു പടം തന്നെയാണ്. ഉണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു. ഒരു ഫീൽ ഗുഡ് മൂവി ആയിരുന്നു. ഒരു ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് തന്നെ ഇത് കാണാം. കാരണം എന്ന് വെച്ചാൽ 2.5 hours ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയായിരുന്നു. ഫസ്റ്റ് ഹാഫ് ഫുള്ളും മമിത ബൈജു സ്കോർ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. കോമഡി ആവട്ടെ, പുള്ളിക്കാരിയുടെ ആ ഒരു അതൊക്കെ നല്ലത്, ഒരു നാച്ചുറൽ ആക്ടിങ് ആയിട്ട് തന്നെയാണ് തോന്നിയത്. ബോറടിപ്പിച്ചില്ല. പുള്ളിക്കാരി നല്ല രസമായിട്ടാണ് അഭിനയിച്ചത്. സെക്കൻഡ് ഹാഫ് വന്നിട്ട് ഇച്ചിരി ഫാമിലി ബോണ്ടിങ്, റിലേറ്റീവ്സ് കണക്ഷൻസ് അങ്ങനത്തെയൊക്കെ ഉള്ള രീതിയിലായിരുന്നു മൂവി പൊയ്ക്കൊണ്ടിരുന്നത്. എന്തായാലും അടിപൊളി മൂവിയായിരുന്നു. വേറെ നെഗറ്റീവ് സൈഡായിട്ട് എടുത്ത് പറയാനായിട്ടൊന്നുമില്ല. നോർമലി ഫീൽ ഗുഡ് ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആയിട്ട് പോയിട്ട് നല്ല രസമുണ്ട്. പടം അടിപൊളിയാണ്. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യൂട്ട് മൊമെൻറ്റ്സ് ആ സിനിമയിലുണ്ട്. അതോടൊപ്പം ഇമോഷണൽ സൈഡും ഉണ്ട്. നമുക്ക് സൂര്യ സാറിൻ്റെയും മമിത ചേച്ചിയുടെയും ഏജ് ഗ്യാപ്പ് ഒരു ഡിഫറൻസ് വരുന്നുണ്ടെങ്കിലും അതിലും നമുക്ക് കുറേ ക്യൂട്ട് റൊമാൻറ്റിക് ആയിട്ട് തോന്നുന്നുണ്ട്. മമിത ചേച്ചിയുടെ അഭിനയിക്കാൻ പറയുമ്പോൾ ജീവിച്ച് കാണിച്ച പുള്ളിക്കാരി ഒരു രക്ഷയില്ല. അടിപൊളി പടം ഒരു ഫാമിലി മൂവിയാണ്. പ്രത്യേകിച്ച് അങ്ങനെ അടുത്ത് പറയാനൊന്നുമില്ല. മാസത്തെ പ്രതീക്ഷിച്ച് ഇന്നത്തെ പ്രതീക്ഷിച്ച് പറഞ്ഞു ഫാമിലിക്ക് കണ്ട് എൻജോയ് ചെയ്യാൻ പറ്റി. നമുക്ക് ഈ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്നൊന്നും പറഞ്ഞൂടാ. പടം എങ്ങനെയുണ്ടോ ചോദിച്ചാൽ ഒരു ആവറേജ് ആ രീതിയിലുള്ളൂ.